ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സയൻസ് ദശകം ദ ഏജ് ഓഫ് സയൻസ് ബൈ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ്റെ ഒരു പോയമായിട്ടുള്ള സയൻസ് ദശകം ദ ഏജ് ഓഫ് സയൻസ് എന്നുള്ള പോയാണെന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം പോയിട്ടായിട്ടുള്ള സഹോദരൻ അയ്യപ്പനെ കുറിച്ച് നോക്കാം. സഹോദരൻ അയ്യപ്പൻ 1889 to 1968, 1889 അദ്ദേഹം ജനിക്കുന്നത്. അതിന് മരിക്കുന്നത് 1968. Was a social reformer, poet and leader from Kerala. He was born in Cherai in Eeyav family during a time of strong caste system. He followed Srinarayana Guru's teaching of equality and truth. His slogan was no religion, no caste, no God for humankind. In 1917, he started the intercaste dining, Mishra Bhojanam, in Kerala to break caste barriers. He worked to promote rational thinking, equality and science. He was also one of the founders of trade unionism in Kerala. അപ്പോൾ ഇനി അദ്ദേഹത്തെ നോക്കുകയാണെങ്കിൽ, അദ്ദേഹം ചെറായിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഒരു ഈയവ ഫാമിലിയിലാണ്, ചെറായിലെ ഒരു ഈയവ ഫാമിലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഭയങ്കരമായിട്ട് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനം നിലനിൽക്കുന്നൊരു ടൈമിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ടീച്ചിങ് അദ്ദേഹം ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. ഇക്വാലിറ്റി ആൻഡ് ട്രൂത്ത്, സമത്വവും സത്യവും എന്നുള്ള ഒരു പോളിസി അദ്ദേഹം ജീവിതത്തിലുടനീളം ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ലോഗൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ റിലീജിയൻ, നോ കാസ്റ്റ്, നോ ഗോഡ് ഫോർ ഹ്യൂമൻ കൈൻഡ്. മനുഷ്യന് മതമില്ല, ജാതിയില്ല, ദൈവമില്ല മനുഷ്യന് എന്നുള്ള ഒരു സ്ലോഗൻ അദ്ദേഹം കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. 1917 he started the intercaste dining in Kerala to break caste barriers. 1917 അദ്ദേഹം മിശ്ര ഭോജനം നടത്തിയിട്ടുള്ളത്. അഥവാ പല കാസ്റ്റിലുള്ള ആളുകളും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെയാണ് ഇന്റർകാസ്റ്റ് ഡൈനിങ് എന്ന് പറയുന്നത്. സോ ഹി വർക്ക്ഡ് ടു പ്രൊമോട്ട് റാഷണൽ തിങ്കിങ്, ഇക്വാലിറ്റി ആൻഡ് സയൻസ്. അതുപോലെ തന്നെ അദ്ദേഹം റാഷണൽ തിങ്കിങ്ങും ഇക്വാലിറ്റിയും സയൻസും പ്രൊമോട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ഒരുപാടധികം വർക്ക് ചെയ്തിട്ടുണ്ട്. യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സമത്വവും സയൻസും. ദെൻ ഹി വാസ് ആൾസോ വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് ട്രേഡ് യൂണിയനിസം ഇൻ കേരള. അതുപോലെ തന്നെ കേരളത്തിലെ ട്രേഡ് യൂണിയൻസിലെ ഒരു ഫൗണ്ടർ കൂടിയായിരുന്നു നമ്മുടെ സഹോദരൻ അയ്യപ്പൻ. ഇനി ഈ പോയത്തിലേക്ക് നോക്കാം. ദ പോയം സയൻസ് ദശകം, ആൾസോ കോൾഡ് ദ ഏജ് ഓഫ് സയൻസ്, വാസ് റിട്ടൺ ഇൻ 1917. 1917 ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ഇറ്റ് വാസ് റിട്ടൺ ആസ് എ റിപ്ലൈ ടു ശ്രീനാരായണ ഗുണോസ് ദൈവ ദശകം. ശ്രീനാരായണ ഗുരുവിൻ്റെ ദശകത്തിനുള്ള ഒരു റിപ്ലൈ ആയിരുന്നു ഈ ഒരു സയൻസ് ദശകം എന്ന് പറയുന്നത്. 10 വേഴ്സസ് ഓൺ ഗോഡ്, അഥവാ ദൈവത്തിനെ കുറിച്ചുള്ള 10 വേഴ്സസ്. അതുപോലെ തന്നെ സയൻസിനെ കുറിച്ചുള്ള ഒരു 10 കാര്യങ്ങളാണ് ഇതിൽ അദ്ദേഹം സഹോദരൻ അയ്യപ്പൻ പറയുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിന് ഒരു റിപ്ലൈ ആയിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. ഓയിൽ ഗുരു പ്രൈസ്ഡ് ഗോഡ്, അയ്യപ്പൻ പ്രൈസ്ഡ് സയൻസ്. ഗുരു ഗോഡിനെ പ്രൈസ് ചെയ്യുമ്പോൾ അയ്യപ്പൻ പ്രൈസ് ചെയ്യുന്നത് സയൻസിനെയാണ്. ഇറ്റ് ഈസ് റിട്ടൺ ലൈക്ക് എ പ്രെയർ ടു സയൻസ്, താങ്കിങ് ഇറ്റ് ഫോർ ഹെൽപ്പിംഗ് പീപ്പിൾ. ഇത് എഴുതിയിരിക്കുന്നത് ഒരു പ്രേയർ പോലെയാണ്, ഒരു പ്രാർത്ഥന പോലെയാണ്. സയൻസിനെ ഇങ്ങനെ താങ്ക് ചെയ്യുന്നു, ഓരോ കാര്യത്തിനും സയൻസിനോട് ഇങ്ങനെ നന്ദി പറയുകയാണ്. ദ പോം വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ ഡോക്ടർ അജയ് എസ് ശേഖർ. അജയ് എസ് ശേഖറാണ് ഈ ഒരു പോയം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ ഇറ്റ് കംസ് ഫ്രം അയ്യപ്പൻസ് ബുക്ക് ടുവേർഡ്സ് എ ഡെമോക്രാറ്റിക് ഫ്യൂച്ചർ, ലൈഫ് ആൻഡ് സെലക്ട് വർക്ക്. ഇത് വരുന്നത് സഹോദരൻ അയ്യപ്പൻ ബുക്കായിട്ടുള്ള ടുവേർഡ്സ് എ ഡെമോക്രാറ്റിക് ഫ്യൂച്ചർ, ലൈഫ് ആൻഡ് സെലക്ട് വർക്ക്സ് എന്നുള്ള ഒരു വർക്കിലാണ് അദ്ദേഹം ഈ ഒരു പോയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഇനി ഈ ഒരു പോയത്തിൻ്റെ മെയിൻ ആശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ പോം സേ ദാറ്റ് സയൻസ് ഈസ് ദ ട്രൂ ലൈറ്റ് ദാറ്റ് റിമൂവ് ഡാർക്ക്നെസ് ആൻഡ് ഇഗ്നറൻസ്. സയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ശരിക്കുമുള്ള സത്യമായിട്ടുള്ളൊരു വെളിച്ചമാണ്. അതെന്ത് ചെയ്യും? നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് അന്ധകാരത്തെ, അജ്ഞതയും അത് ഇല്ലാതാക്കും. സയൻസ് ഗീവ്സ് നോളജ്, ഫ്രീഡം ആൻഡ് പ്രോഗ്രസ് ടു പീപ്പിൾ. സയൻസ് നമുക്ക് അറിവ് നൽകുന്നു, സ്വാതന്ത്ര്യം നൽകുന്നു, അതുപോലെ തന്നെ ആളുകളുടെ ഉന്നമനവും കൂടി സയൻസ് നൽകുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഹ്യൂമൻ കൈൻഡ്, ഇറ്റ് ഹെൽപ്സ് ഹ്യൂമൻ തിങ്ക് ക്ലിയർലി, ക്വസ്റ്റ്യൻ എവറിത്തിങ് ആൻഡ് ഫൈൻഡ് ട്രൂത്തും. അതുപോലെ തന്നെ സയൻസ് നമ്മളെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ നമ്മളെ സയൻസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ സയൻസ് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ എല്ലാത്തിനും ഉത്തരം കണ്ടെത്താനും സയൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദ പോയിന്റ് ടെൽ അസ് ടു ലീവ് സൂപ്പർസ്റ്റിഷൻ ആൻഡ് ബ്ലൈൻഡ് ഫെയ്ത്ത് ആൻഡ് ടു ഫോളോ റീസൺ ആൻഡ് ലോജിക്. ഈ പോയിന്റ് നമ്മളോട് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള, നമ്മൾ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള സൂപ്പർസ്റ്റിഷ്യസ് അന്ധവിശ്വാസങ്ങളെയും നമ്മൾ ഇല്ലാതാക്കണം. അതുപോലെ തന്നെ ബ്ലൈൻഡ് ഫെയ്ത്ത്, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റീസണും ലോജിക്കും നമ്മൾ
എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ സയൻസ് ഷോസ് ദ ട്രൂത്ത് ആൻഡ് റിമൂവ്സ് ഡാർക്ക്നെസ്. ഇനി ഇതിൽ പറയുന്ന ഓരോ സംഗതിയാണ്. സയൻസ് ഷോസ് ദ ട്രൂത്ത് ആൻഡ് റിമൂവ് ഡാർക്ക്നെസ്. ഈവൻ വെൻ മെനി ലൈറ്റ്സ് ഫെയിൽ, സയൻസ് ബ്രിങ് റിയൽ ലൈറ്റ്, ദ ലൈറ്റ് ഓഫ് നോളജ്. സയൻസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ട്രൂത്ത് കാണിക്കുന്നത് പോലെ തന്നെ ഡാർക്ക്നെസ്സിനെ ഇല്ലാതാക്കുന്നു. സയൻസ് എക്സ്പ്ലെയിൻസ് ദ മിസ്റ്ററീസ് ഓഫ് നാച്ചർ. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഭൂമിയുടെയൊക്കെ ഒരുപാടധികം മിസ്റ്ററീസ്, നിഗൂഢതകൾ, നമ്മളറിയാത്ത പല കാര്യങ്ങളും നമുക്ക് സയൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സയൻസ് കീപ്സ് ഷൈനിങ് ഈവൻ വെൻ പീപ്പിൾ ട്രൈ ടു സ്റ്റോപ്പ് ഇറ്റ്. സയൻസ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്യും, പല ആളുകളും എന്ത് ചെയ്യും, അതിനെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും സയൻസ് തന്നെയായിരിക്കും എപ്പോഴും എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്നത്. സയൻസ് ഹെൽപ്സ് ഹ്യൂമൻ കൺട്രോൾ നാച്ചർ. സയൻസ് എന്ത് ചെയ്യും, നമ്മുടെ നാച്ചറിനൊക്കെ കൺട്രോൾ ചെയ്യാൻ സയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മേഖലകൾ എടുത്ത് ഫാമിംഗ് ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും സയൻസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കുന്നുണ്ട്. ദെൻ സയൻസ് ലീഡ്സ് എവറി പാർട്ട് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും സയൻസാണ് ലീഡ് ചെയ്യുന്നത്. സയൻസ് ബ്രേക്സ് ഓൾഡ് കസ്റ്റംസ്. പല അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും സയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സയൻസ് റിമൂവ്സ് ഫാൾസ് റിലീജിയൻസ്. തെറ്റായ മതങ്ങളിലുള്ള തെറ്റായ കാര്യങ്ങളെ, ഫേക്ക് ബിലീഫ്സിനെയൊക്കെ സയൻസ് ഇല്ലാതാക്കുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. സയൻസ് ഗിവ്സ് ഫ്രീഡം ആൻഡ് ഇൻ്റലിജൻസ്. സയൻസ് നമുക്ക് എന്ത് നൽകുന്നുണ്ട്, ഒരു ചിന്തിക്കാനുള്ള ഫ്രീഡം, ബുദ്ധിയൊക്കെ സയൻസ് നമുക്ക് നൽകുന്നുണ്ട്. സയൻസ് ടീച്ചസ് അസ് ടു കീപ് ലേണിംഗ്. സയൻസ് നമ്മളോട് ഇപ്പോൾ എന്താ പറയുന്നത്, പുതിയ കാര്യങ്ങൾ നേടിക്കൊണ്ടേയിരിക്കാൻ, പുതിയ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കാനാണ് സയൻസ് പറയുന്നത്. അഥവാ അക്വയർ എൻഡ്ലെസ് നോളജ്, ഇപ്പോൾ ഇങ്ങനെ അറിവ് നേടിക്കൊണ്ടേയിരിക്കുക. സയൻസ് ലൈറ്റ്സ് അപ്പ് ദ വേൾഡ്. ഈ ലോകത്തിന് തന്നെ പ്രകാശം പരത്താൻ എന്തിനു മാത്രമേ കഴിയുള്ളൂ, നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള തോട്ടിനും ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും മാത്രമേ കഴിയുള്ളൂ എന്നാണ് സഹോദരൻ അയ്യപ്പൻ വിശ്വസിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ 10 പോയിന്റുകളും. ഓക്കെ, ദെൻ സയൻസ് ഈസ് ലൈക്ക് എ ഡിവൈൻ പവർ ദാറ്റ് ഗിവ്സ് ലൈറ്റ് ആൻഡ് ട്രൂത്ത്. സയൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിവൈൻ പവറാണ്, ഒരു ദൈവീക വെളിച്ചമാണ് സയൻസ് എന്ന് പറയുന്നത്. അത് എപ്പോഴും സത്യവും പ്രകാശവും നമുക്ക് നൽകുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ എസ്കേപ്പ് ഇഗ്നറൻസ് ആൻഡ് സൂപ്പർസ്റ്റീഷൻ. ഇത് ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നറൻസിൽ നിന്നും അതുപോലെ തന്നെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്നും ആളുകളെ രക്ഷപ്പെടാനായിട്ട് സയൻസ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ടീച്ചേഴ്സ് ഹ്യൂമൻസ് ടു തിങ്ക്, ക്വസ്റ്റ്യൻ ആൻഡ് ലേൺ ഫോർ എവർ. ഇതൊന്നും എന്താ പറയുന്നത്, മനുഷ്യന്മാരോട് ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും അതുപോലെ തന്നെ എന്നും എന്ത് ചെയ്യുക, പഠിക്കാനും പുതിയ അറിവുകൾ നേടിയെടുക്കാനും വേണ്ടിയിട്ട് പറയുന്നു. ദ പോയിറ്റ് സേസ് ദാറ്റ് വിത്തൗട്ട് സയൻസ് ദ വേൾഡ് വുഡ് റിമെയിൻ ഡാർക്ക് ആൻഡ് ബാക്ക്വേർഡ്. സയൻസ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ ലോകം എപ്പോഴും പിന്നിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തായിരിക്കും, അന്ധകാരത്തിലായിരിക്കും, ഇപ്പോഴും പിറകിലും അന്ധകാരത്തിലുമായിരിക്കും ഈ ലോകം എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാത്തിനും സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ചിന്തിക്കണം, സയൻറ്റിഫിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളെയും പരിഹരിക്കണം എന്നാണ് പറയുന്നത്. അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ നമ്മൾ ഒരിക്കലും ഓടരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം താങ്ക്സ് കൊടുക്കുന്നത് എന്തിനുമാണ്, സയൻസിനാണ്. സയൻസിൻ്റെ ഒരു അച്ചീവ്മെൻറ്റിനും സയൻസിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റും സയൻസ് കൊണ്ടുവന്ന ഇന്നോവേഷൻസിനൊക്കെയാണ് അദ്ദേഹം നന്ദി പറയുന്നത്. So this is all about this poem.